ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മഴക്കാലത്ത് എ സി ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ മിക്ക വീഡിയോസിലും മഴ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ് എ സി നമുക്ക് ആവശ്യമാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, എ സി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കേണ്ടത്. കാരണം സാധാരണ നമ്മളൊരു വേനൽ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിക്കല്ല നമ്മൾ മഴക്കാലത്ത് എ സി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എ സിയിൽ സെറ്റിങ്സ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നമുക്ക് വാഹനത്തിനകത്ത് ഓടിക്കുന്ന സമയത്ത് മിസ്റ്റോ കാര്യങ്ങളൊന്നും പിടിക്കാതെ സുഖമായിട്ട് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് വഴിയെല്ലാം നല്ല വൃത്തിയായിട്ട് കാണും. വിൻഷീൽഡ് ഗ്ലാസ് മാത്രമല്ല, എല്ലാ ഗ്ലാസസും നല്ല പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഈ ഒരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ പോയിന്റ്സും, അതായത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിലൊന്നും ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കുന്നതായിരിക്കില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ വാഹനത്തിൽ സാധാരണ വേനൽക്കാലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, എ സി ഫുൾ കോൾഡ് ആയിട്ടാണ് ഇടുന്നത്. അതിന് ഒരു കുഴപ്പമില്ല. കാരണം വേനൽ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് അതുപോലെ ചൂടായതുകൊണ്ട് നമ്മുടെ വാഹനത്തിനകത്ത് നമുക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി എ സിയുടെ ടെമ്പറേച്ചർ എപ്പോഴും ഇതുപോലെ കോൾഡിലായിരിക്കും കൊണ്ടിട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കോൾഡിൽ ഇട്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാഹനത്തിനകത്ത് നല്ല തണുപ്പായിരിക്കും. പക്ഷേ നല്ല മഴയുള്ള സമയത്ത്, അതായത് ഇപ്പം നല്ല കിടുക്ക മഴ നടക്കുന്നൊരു ടൈമാണ്. ഈ ഒരു സമയത്തൊക്കെ ഞാൻ വാഹനമായിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് എ സി ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ടെമ്പറേച്ചർ, അതായത് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 12 മണിയാണ്, ഉച്ചയ്ക്ക് 12 മണിയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു പോയിന്റിൽ ഇട്ടേച്ചും, അതായത് ടെമ്പറേച്ചറിൻ്റെ നേർപകുതി, അതായത് ഹീറ്റും അല്ല കോൾഡും അല്ലാത്തൊരു രീതിയിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൽ ഇപ്പോൾ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ, അതായത് പുറത്തേയും അകത്തേയും ടെമ്പറേച്ചർ ഏകദേശം ഓക്കെ ആയിട്ടിരിക്കും. ഇനി ഇതല്ല, സഡനായിട്ട് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിലൊക്കെ മിസ്റ്റ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഉണ്ട്. ഇതൊന്ന് ഔട്ട്സൈഡ് സർക്കുലേഷൻ കുറച്ച് നേരത്തേക്ക്, അധികം നേരം വേണമെന്ന് ഞാൻ പറയത്തില്ല, കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിയിടുക. അതായത് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മിസ്റ്റ് മാറുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു ഡീഫോഗർ ഓണാക്കി ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ ഡീഫോഗർ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ തിരിച്ച് മാറ്റി പഴയ കണ്ടീഷനിലോട്ട് ആക്കിയിട്ടതിന് ശേഷം പിന്നെ വാഹനം ഓടിക്കുക. ഇത് എത്ര നേരം ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മിസ്റ്റ് പോകുന്ന ആ ഒരു സെക്കൻഡ് വരെ മാത്രം. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് പഴയ കണ്ടീഷനിലോട്ട് മാറ്റിക്കണം. അതായത് ഇൻസൈഡ് സർക്കുലേഷനും ആക്കിക്കോണം, ഡീഫോഗർ മാറ്റി നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിക്ക് ആക്കണം. ഫേസിലും കാലിലോട്ടും രണ്ട് പോർഷൻ കൂടെ ഒന്നിച്ച് ഓണാക്കിയിട്ടാലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. ഇതിനകത്ത് പലർക്കും പറ്റുന്നൊരു തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു മോഡ് മാത്രം മാറ്റത്തില്ല, ഇത് മാത്രം മാറ്റും, ഇത് തിരിച്ചിങ്ങോട്ടാക്കും, ഇത് മാത്രം മാറ്റില്ല. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു നോബ്, അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ കാര്യമാണ് ഏറ്റവും അധികം നമ്മൾ എ സിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഈ എ സിയുടെ ടെമ്പറേച്ചർ സെറ്റിംഗ് കൃത്യമല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ്റ്റ് പിടിച്ചിരിക്കും. നിങ്ങളുടെ ഗ്ലാസ്സുകളിലെല്ലാം ഫോഗ് പിടിച്ച് നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. പിന്നെ കൈ കൊണ്ട് തുടയ്ക്കണം, തുണിയെടുത്ത് തുടയ്ക്കണം, ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലാസ് താത്തിട്ട് കഴിഞ്ഞാൽ പോകുന്നൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയാണ്. കാരണം ഗ്ലാസ് താത്തിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ മിസ്റ്റ് കൂടത്തേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ വൃത്തിയായിട്ട് തന്നെ ഈ പറയുന്ന എ സിയുടെ കൺട്രോൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവും നമ്മുടെ വാഹനത്തിൽ വരുന്നതായിരിക്കത്തില്ല.